ജോയ് സാറിനെ ഏറെ സ്നേഹപൂർവ്വം നെറ്റ്സർഫ് കേരളയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ജോസ് സാറിനെയും ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു വർഷമായി പല വളപ്രയോഗങ്ങളാണ് ഇതിനു മുന്നേ ചെയ്തിരുന്നത്. പക്ഷെ കഴിഞ്ഞ ഒരു വർഷക്കാലമായി നമ്മുടെ വളപ്രയോഗങ്ങൾ മാത്രം ചെയ്യുന്ന ജോയ് സാറിന്റെ അനുഭവം നമുക്കൊന്ന് പരിശോധിക്കാം. അതോടൊപ്പം അദ്ദേഹത്തിന്റെ തോട്ടം നമുക്ക് കാണാം. അതിലൂടെ എന്താണ് മാറ്റങ്ങൾ ഉണ്ടായെന്നുള്ളത് ജോയ് സാറിന്റെ നേരിട്ടുള്ള അനുഭവത്തിലൂടെ കർഷകരിലേക്ക് എത്തിക്കുന്നതാണ്. ജോയ് സാർ നമസ്കാരം. സാറിനെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട്, സാറ് കാർഷിക മേഖലയിലും മറ്റു രീതിയിലും ഒക്കെ സജീവമായിട്ട് ഇടപെടുന്ന ഒരാളാണ്. അതോടൊപ്പം തന്നെ ചാനലുകളിൽ സജീവമായിട്ട് സ്വന്തമായിട്ടൊരു ചാനലുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് കൂടെ നമ്മുടെ ഉൽപ്പന്നങ്ങളെ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും അപേക്ഷിച്ച് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴുണ്ടായ റിസൾട്ടുകൾ എന്തൊക്കെയാണ്, അതിലൂടെ ഒരു കർഷകൻ ലഭിക്കുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് കർഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് വിശദീകരിക്കാമോ? സാറൊന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടൊന്ന് സാറിന്റെ കാർഷിക മേഖല എത്ര വർഷമായി, അതുകൊണ്ട് അതിന്റെ ഒരു രീതി ഒന്ന് കർഷകരിലേക്ക് ഒന്ന് വിശദീകരിക്കാമോ? ഞങ്ങള് കർഷകരാണ്, മൊത്തത്തില് കർഷകരാണ്. അതായത് കാർഷികമാണ് ഞങ്ങളുടെ തൊഴില്. പിന്നെ മറ്റ് സൈഡ് തൊഴിലുകളൊക്കെ ഓരോന്നിങ്ങനെ വരുമ്പോൾ ഓരോ സമയത്തും കഷ്ടമെടുക്കുന്നവരിലും കാർഷികമാണ് ഞങ്ങളുടെ തൊഴില്. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, ഞാൻ നിതീഷ് തൊലത്തോയിൽ നെറ്റ്സർഫിന്റെ റിസൾട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ അറബി എന്ന് പറയുന്ന പ്രദേശത്ത് പ്രിയപ്പെട്ട കർഷകൻ കൂടിയായ, അതോടൊപ്പം തന്നെ AJ നെറ്റ്വർക്ക് ചാനലിന്റെ ഉടമ കൂടിയായ ജോയ്ക്കുട്ടി അബ്രഹാം ഐരാണിത്തറയിൽ അദ്ദേഹത്തിന്റെ പറമ്പിലാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത്. ഒരു വർഷക്കാലമായി നമ്മുടെ നെറ്റ്സർഫിന്റെ വളപ്രയോഗമാണ് അദ്ദേഹത്തിന്റെ തോട്ടത്തിലേക്ക് വരുന്ന, അതായത് കശുമാവ്, തെങ്ങ്, റബ്ബർ, കവുങ്ങ് തുടങ്ങിയ ക്രോപ്പുകളിലേക്ക് നമ്മുടെ നെറ്റ്സർഫിന്റെ ദ്രാവക രൂപത്തിലുള്ള ജൈവ വളങ്ങളാണ് യൂസ് ചെയ്ത് വരുന്നത്. വളരെ നല്ല റിസൾട്ടിന്റെ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് നാം ഇന്നിവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ആദ്യമായി തന്നെ കർഷകരുടെ ഈ ഒരു അഭിമുഖം, നമ്മുടെ നെറ്റ്സർഫിന്റെ റിസൾട്ടിന്റെ ആ ഒരു വീഡിയോ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ കാർഷിക മേഖലയിൽ വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് മുന്നേറുന്ന കഴിഞ്ഞ 24 വർഷക്കാലമായി ഇന്ത്യയിലെ 24ലധികം സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്ന, ഇന്ത്യയിൽ തന്നെ 850ലധികം ജില്ലകളിൽ 178 സ്റ്റോക്ക് പോയിന്റുകളുമായി 25% മുതൽ 40% വരെ ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ട് 25% മുതൽ 50% വരെ സസ്യത്തിന്റെ വളർച്ചയെയും കരുത്തിനെയും ഈൽഡിനെയും വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന, മണ്ണിനെ തിരിച്ചെടുക്കുക, മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കാൻ വേണ്ടി സാധിക്കുന്ന ജൈവവളമാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ബയോഫിറ്റിന്റെ വളങ്ങൾ എന്ന് പറയുന്നത്. ഒരു കൈകളിൽ പിടിച്ചു കൊണ്ടുപോയാൽ തന്നെ നമുക്ക് വളപ്രയോഗം ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന അത്ര തരത്തിലേക്കുള്ള, അത്രയ്ക്കും അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള വളപ്രയോഗമാണ് ഇന്ന് കർഷകർ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഇസ്രായേൽ പോലുള്ള രാഷ്ട്രങ്ങളൊക്കെ ലോകത്തിലെ നമ്പർ 1 കാർഷിക രാഷ്ട്രങ്ങളാവുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അവരുപയോഗിക്കുന്നത് പാരമ്പര്യമായ രീതിയിൽ നിന്നും വ്യത്യാസമായി, ട്രഡീഷണൽ രീതിയിലുള്ള വളപ്രയോഗത്തിൽ നിന്നും വ്യത്യസ്തമായി നമ്മളൊരു നൂതന ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഒരു കൃഷി രീതിയാണ് അവിടെ അവലംബിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെറസിന്റെ മുകളിൽ പോലും 1 ലക്ഷം രൂപയിലും അതിലധികവും വരുമാനം നേടുന്ന ഒരു കർഷകനായി അവിടെ മരുഭൂമിയിലുള്ള ഒരു പ്രദേശത്തുള്ള ഒരു വ്യക്തി പോലും മാറുന്നുണ്ടെങ്കിൽ, അത്തരത്തിൽ ഒരു നൂതന ആശയങ്ങൾ നമ്മുടെ കാർഷിക മേഖലയിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിലൂടെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതിന്റെ ഉദാത്തമായ തെളിവുകളാണ് കർഷകരുടെ അനുഭവങ്ങളിലൂടെ ഓരോ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. തീർച്ചയായിട്ടും സസ്യത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഒരു കുടക്കയിൽ വരുന്നത് കൊണ്ട് തന്നെ മറ്റു വളപ്രയോഗങ്ങൾ ഒന്നും ചെയ്യാതെ നമ്മുടെ വളങ്ങൾ മാത്രം, ഈ ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് സസ്യത്തിന്റെ ആരോഗ്യത്തെയൊക്കെ, അല്ലെങ്കിൽ ഈൽഡിനെയും അതിന്റെ ബാക്കിയുള്ള ഘടകങ്ങളെയൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നു. മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു, സൂക്ഷ്മ മൂലകങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു, അതുപോലെ തന്നെ മൈക്രോ മാക്രോ ന്യൂട്രിയൻസിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു. പ്ലാന്റ് ഗ്രോത്ത്, പച്ചപ്പിനെ സ്വാധീനിക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം അടങ്ങിയ ഓൾ പ്രോബ്ലം വൺ സൊല്യൂഷൻ ഉള്ള ഉൽപ്പന്നങ്ങളാണ് ഇന്ന് കർഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, സസ്യത്തിന് ആവശ്യമായ മൂലകങ്ങൾക്ക് വേണ്ടി യൂറിയ, മഷൂറി, പൊട്ടാഷ്, അതുപോലെ തന്നെ നമ്മുടെ വളപ്രയോഗത്തിനും 11ലധികം സൂക്ഷ്മ മൂലകങ്ങളും അടങ്ങിയ സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി എന്ന ഷേത്ത്, അതുപോലെ തന്നെ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററി ആയിട്ടുള്ള സ്റ്റിംറിച്ച് തുടങ്ങിയ 5 ഉൽപ്പന്നങ്ങൾ ഒന്നിച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മൾ ചുവട്ടിലേക്ക് അപ്ലൈ ചെയ്ത് വിടുമ്പോൾ വളരെ നല്ല റിസൾട്ടാണ് ഓരോ ക്രോപ്പുകൾക്ക് ലഭിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. കഴിഞ്ഞ 5 വർഷക്കാലമായി ഇത് ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ 4 വർഷക്കാലമായി കേരള, കർണാടക, തമിഴ്നാട് റീജിയനുകളിൽ ഇത് വിതരണം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെയുള്ളത് പ്രിയപ്പെട്ട ജോസ് സാറാണ്. കഴിഞ്ഞ 2.5 വർഷക്കാലമായി 15 ഏക്കറിലധികം വരുന്ന തോട്ടത്തിലേക്ക്
ഏകദേശം 50-ലധികം ക്രോപ്പുകളിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന വ്യക്തി കൂടിയാണ് പ്രിയപ്പെട്ട ജോസ് സാർ ആണ് നമ്മുടെ ജോയ് സാറിന്റെ തോട്ടത്തിലേക്കുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞു കൊടുക്കുകയും നമ്മുടെ വളങ്ങൾ ഉപയോഗിക്കുവാൻ വേണ്ടി തയ്യാറായത് ജോസ് സാറിലൂടെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ജോയ് സാറും നമ്മോട് കൂടി ഉണ്ട്. അപ്പൊ അവരുടെ അനുഭവങ്ങൾ ഞാൻ പറയുന്നത് കമ്പനിയുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ചും കമ്പനിയുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ചും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതോടൊപ്പം തന്നെ ഇത് ഇന്ത്യൻ ഗവൺമെന്റ് അംഗീകാരത്തോടു കൂടിയും ഇക്കോസെറ്റിന്റെ അനുമതിയോടുകൂടിയും പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയും കൂടി ആയതുകൊണ്ട് തന്നെ 100% ഗ്യാരണ്ടിയോടുകൂടി നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പറയുന്നതിലുപരി പ്രിയപ്പെട്ട കർഷകൻ കൂടിയായ നമ്മുടെ ജോയ് സാർ പറയുന്നതായിരിക്കും കർഷകർക്ക് ഏറെ കുറച്ചുകൂടെ നമുക്ക് അനുഭവങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പൊ അതോടൊപ്പം ജോസാറിന്റെ നമ്മുടെ PK ജോസാറിന്റെ ഒക്കെ അനുഭവങ്ങൾ നിരവധിയായിട്ടുള്ള വീഡിയോയിലൂടെ നമ്മൾ തോട്ടങ്ങളും അനുഭവങ്ങളും ഒക്കെ കണ്ടതാണ്. തീർച്ചയായിട്ടും ജോയ് സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. ജോയ് സാറിനെ ഏറെ സ്നേഹപൂർവ്വം നെറ്റ്സർഫ് കേരളയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ജോസ് സാറിനെയും ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു വർഷമായി പല വളപ്രയോഗങ്ങളാണ് ഇതിനു മുന്നേ ചെയ്തിരുന്നത്. പക്ഷെ കഴിഞ്ഞ ഒരു വർഷക്കാലമായി നമ്മുടെ വളപ്രയോഗങ്ങൾ മാത്രം ചെയ്യുന്ന ജോയ് സാറിന്റെ അനുഭവം നമുക്കൊന്ന് പരിശോധിക്കാം. അതോടൊപ്പം അദ്ദേഹത്തിന്റെ തോട്ടം നമുക്ക് കാണാം. അതിലൂടെ എന്താണ് മാറ്റങ്ങൾ ഉണ്ടായെന്നുള്ളത് ജോയ് സാറിന്റെ നേരിട്ടുള്ള അനുഭവത്തിലൂടെ കർഷകരിലേക്ക് എത്തിക്കുന്നതാണ്. ജോയ് സാർ നമസ്കാരം. സാറിനെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട്, സാറ് കാർഷിക മേഖലയിലും മറ്റു രീതിയിലും ഒക്കെ സജീവമായിട്ട് ഇടപെടുന്ന ഒരാളാണ്. അതോടൊപ്പം തന്നെ ചാനലുകളിൽ സജീവമായിട്ട് സ്വന്തമായിട്ടൊരു ചാനലുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് കൂടെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും അപേക്ഷിച്ച് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴുണ്ടായ റിസൾട്ടുകൾ എന്തൊക്കെയാണ്, അതിലൂടെ ഒരു കർഷകൻ ലഭിക്കുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് കർഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് വിശദീകരിക്കാമോ? സാറൊന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടൊന്ന് സാറിന്റെ കാർഷിക മേഖല എത്ര വർഷമായി, അതുകൊണ്ട് അതിന്റെ ഒരു രീതി ഒന്ന് കർഷകരിലേക്ക് ഒന്ന് വിശദീകരിക്കാമോ? ഞങ്ങള് കർഷകരാണ്, മൊത്തത്തില് കർഷകരാണ്. അതായത് കാശുമാണ് ഞങ്ങളുടെ തൊഴില്. പിന്നെ മറ്റ് സൈഡ് തൊഴിലുകളൊക്കെ ഓരോന്നിങ്ങനെ വരുമ്പോൾ ഓരോ സമയത്ത് ഇൻട്രസ്റ്റ് എടുക്കുന്നവരിലും കാർഷികമാണ് ഞങ്ങളുടെ തൊഴില്. ഞങ്ങളിവിടെ ഈ മലബാർ വെട്ടിത്തെളിച്ച കാലത്ത് കയറിയതാണ്. ഞാനും ജോസൊക്കെ മലബാറിന്റെ വെട്ടിത്തെളിച്ച് ആദ്യ കാലഘട്ടത്തിൽ കയറിയതാണ്. അന്ന് മുതൽ അന്നിവിടെ ഒന്നുമില്ല, കശുവണ്ടി മാത്രമേ ഉള്ളൂ. ഈ നാട്ടുകാര് കാശുവണ്ടി വന്നപ്പോഴത്തേ 2 അന്നി കൊണ്ടുവന്നിട്ട് കുളിച്ചിട്ടിട്ട് പോകും. ഒരു 2 കൊല്ലം കഴിയുമ്പോൾ ഇവരും കുറേയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അത് ഇച്ചിരി മണ്ണും കൂട്ടിയിട്ടേക്ക് പോകും. പിന്നെ അന്നി ഉറക്കാനാണ് വരിക. അവർക്ക് അധികമില്ല. പക്ഷെ അന്നത്തെ മണ്ണിന് കുറച്ചുകൂടെ വളം ഉള്ള മണ്ണായിരുന്നു. അതുകൊണ്ട് ഈ കശുവണ്ടി കയറി അങ്ങ് പോകും. വേറെ ഒന്നും ഇല്ലല്ലോ, ആ ചൂടിന് കൊടിയുണ്ട് പോകും. എന്നാൽ കാലങ്ങൾക്ക് ശേഷം വളം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. പിന്നെ പുറത്തുനിന്ന് വളം കൊണ്ടിടുകയായി. ഈ തെങ്ങിനൊക്കെ എന്ന് പറഞ്ഞാല് സാധാരണ അവരുടെ ഇന്നത്തെ ഈ നാട്ടുകാരുടെ ഭാഷ പറയുന്നത് 2 കൊട്ട ചാണകം ഇടാന്നാ പറയും. 2 കൊട്ട ചാണകം. പക്ഷെ ഞങ്ങളൊരു 10 കൊട്ട 12 കൊട്ട ചാണകം ഇടുന്നുണ്ട്. ഇട്ട് അതിന് വേണ്ട പച്ചില വളം ഇട്ട് അതിന് വേണ്ട ബാക്കിയുള്ള വളങ്ങളെല്ലാം കൊടുത്താൽ ഞങ്ങൾ വളരുന്നത്. അതുകൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട്. എൻ്റെ അത് ഗുണമെന്ന് പറഞ്ഞാൽ കായ്ക്കുന്ന തെങ്ങ് നല്ലപോലെ കായ്ക്കും. അതിൻ്റെ ഇടയ്ക്ക് ചിലത് പോകാൻ തുടങ്ങിയാൽ അത് പോകും, പിന്നെ കിട്ടുകയില്ല. നഷ്ടപ്പെടലും കിട്ടലും രണ്ടും ഉണ്ടായില്ല. അതിന് ശേഷമാണ് ഇപ്പം ജോസ് പറഞ്ഞിട്ട് കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ ഈ വളത്തിന് മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് അങ്ങനെ പോകുന്നില്ല, വൃക്ഷങ്ങളൊന്നും അങ്ങനെ പോകുന്നില്ല. കൂടുതൽ ഓവർ വളം ഇത് ചെയ്യാൻ പറ്റില്ല, ഓവറായിട്ട് വളം ഇത് വലിക്കുകയില്ല. രണ്ടാമത്തെ കാര്യം, കാർഷിക മേഖലയിലുണ്ടാകുന്ന മാറ്റത്തിന്റെ ഒരു ഭാഗമായിട്ട് ഇതിനെ കണക്കാക്കാം. അപ്പോൾ ഈ കാലാകാലങ്ങളായിട്ട് എല്ലായിടത്തും ഇപ്പൊ ഇതിപ്പം ഇവിടെ കേരളത്തിൽ ഒരു 5% കൂടുതൽ ഇതുവരെ ആർക്കും അറിയില്ല. അപ്പം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഗുണം, ഇത് കാട് വളരുകയില്ല. കാട് ചൂട്ടിൽ കണ്ടുവാനും വളരുകയില്ല. അത് ഫലവൃക്ഷം ആയിക്കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം, ഒരു കൊല്ലത്ത് ഒരു പ്രാവശ്യം ഒന്ന് വൈകിക്കളയൊന്ന് എത്തിച്ചു കഴിഞ്ഞാൽ കാടിന്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. 2, ഈ തെങ്ങ മുതലായിട്ടുള്ള ഈ പഴുപ്പ്, മഞ്ഞപ്പ്, അതിന് മാറ്റമുണ്ട്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല തെങ്ങിനും ആ മഞ്ഞപ്പങ്ങാണ് നല്ല പച്ച കളറായി അത് നല്ലോണം വളരാൻ നോക്കിയിട്ട് നല്ല ഇരുണ്ട നിറത്തോടുകൂടി കരുത്തോടുകൂടി മുന്നോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് രണ്ടും കൂടാതെ മറ്റൊരു പ്രത്യേക കാര്യം പറയുകയാണെങ്കിൽ, നമുക്ക് ലാഭം എന്ന് പറയുന്നത്, ഇത് തുടക്കത്തിലെ ഇതെന്ന് ഉപയോഗിച്ചാൽ ഒരു ഫലം ഇത് വെക്കുമ്പോൾ ലാഭം എന്ന് പറഞ്ഞാൽ ഈ തൊഴിലാളിയുടെ കൂലി കുറഞ്ഞു കിട്ടും. ഇന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഒരു കർഷകൻ അനുഭവിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് തൊഴിലാളി ചെലവാണ്, ലേബർ കോസ്റ്റ് ആണ്. അതായത് നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും. അത് തൊഴിലാളി കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് പലരും മനസ്സിലാക്കുന്നതിൽ ഉപരി മനസ്സിലാക്കുന്നതിലെ കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ഞാൻ പറഞ്ഞത് ഞങ്ങളിവിടെ വെട്ടിത്തെളിച്ച് കയറിയ കാലമാണ്. അന്ന് മുതൽ ഞങ്ങളിവിടെ വെച്ചുകാരനെ ഈ തൊഴിലാളികൾക്ക് ഇപ്പൊ ശരിക്കും പണി അറിയാവുന്ന ഒരു 10% പോലും ഇല്ല.
അപ്പോൾ എന്ത് ചെയ്യണം, ഒരു തെങ്ങിന്റെ ചോട്ടി കൊണ്ടുവച്ചാൽ അത് എത്ര കിടക്കണം, ഇന്ന് നല്ല പണിക്കാരുണ്ട്, അവരോട് ചോദിക്കണം ഈ തെങ്ങ് എത്ര താഴണം എത്ര കിടക്കണം ചോദിച്ചാൽ അവർക്കറിയില്ല. അവരെന്റെ ചോട് വന്നു ശകലം വെട്ടി തെളിച്ചെന്ന് കുളിച്ച് അവളെ വിട്ടിട്ട് അവർ കയറി പോരും. അതല്ല ഇതിന്റെ കണക്ക്. തെങ്ങിനെന്ന് പറഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ 1.5 തൂമ്പ താഴണം. തെങ്ങ് വെക്കുമ്പോൾ 1.5 മീറ്റർ താത്തിയ തെങ്ങ് വെക്കാവൂ, 1.5 മീറ്റർ അകലം വേണം. അത് കൂടാതെ തെങ്ങിനെ ഓരോ പ്രാവശ്യവും മൂടിയിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് 2ാമത് കൊല്ലത്തിൽ തുറന്നു കഴിയുമ്പോൾ 1.5 മീറ്റർ താത്ത തൂമ്പ കുത്തിത്തുറന്നെടുക്കാൻ. ഇതാർക്കും അറിയില്ല, ഇത് വലിയ പണിയാണ്, അതുകൊണ്ട് അതാരും ചെയ്യില്ല. ഞങ്ങളുടെയൊക്കെ ആദ്യ കാലത്തെന്ന് പറഞ്ഞാൽ ഓരോ കൊല്ലം ഇങ്ങോട്ട് അതിൻ്റെ അകത്ത് ഈ മോളി വരുന്ന ഈ അഴുക്ക് പേരുണ്ട്, ഇത് പട്ടവരെന്നൊക്കെ ഞങ്ങൾ പറയും. അത് ചെത്തി ഞങ്ങൾ കളഞ്ഞിട്ട് ആ വളമിടുന്നത്. അപ്പോൾ ഓരോ കൊല്ലം ആർക്കും കിളിത്തിന് വരും. ഇപ്പൊ അതാരും ചെയ്യുന്നില്ല, അതുകൊണ്ട് തേങ്ങായും കുറവാണ്. അതേസമയം ഈ വളം ഇട്ട് കഴിഞ്ഞപ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ 2-3 പ്രാവശ്യം തെങ്ങിന് വേണ്ടിയിട്ട് തെങ്ങിന് ചൂട്ടി പോകുന്നത് ഈ 3 പ്രാവശ്യം ഒഴിവാക്കാം. ഒരു പ്രാവശ്യം മാത്രം അതിന് ചൂടൊന്ന് അതിൻ്റെ വല്ല പത്തി കൊണ്ടൊന്ന് വൈകിട്ട് വളം ഒഴിച്ചിട്ട് പോരുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പച്ച ഹരിത നിറം, 2 തെങ്ങിന് ശക്തി കൂടുതൽ കിട്ടുന്നുണ്ട്. 3 ഈ ഹരിത നിറം എന്ന് പറയുമ്പം അത് ചൂട്ടിന്ന് കിട്ടുന്നുണ്ട്. അതായത് മണ്ടയ്ക്കത്തെ ഇല മാത്രമല്ല ചൂട്ടിന്ന് അങ്ങോട്ട് നോക്കിയാൽ ഇപ്പോൾ കാണുന്നു, ആ കാണുന്നത് കരുത്ത് വരുന്നത്. അതായത് ചുവട് നമ്മൾ ഇത് വെള്ള കളറിൽ ഇങ്ങനെ കേൾക്കുകയാണ്, അത് മാറിയിട്ട് അതിനൊരു കറുത്ത കളറ്, അതായത് നമുക്കൊരു സന്തോഷം വരുന്ന ഒരു കളറ് അല്ലേ. നമുക്കൊരു ഈ പച്ചപ്പ് വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ നമുക്ക് ഇതിന് കൂടുതൽ ശ്രദ്ധിക്കാനും തോന്നും. അങ്ങനെ ഒരു കാലാവസ്ഥയിൽ അതുകൊണ്ട് നല്ല അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നു. കശുമാവിന് എൻ്റെ ഈ കശുമാവ് കഴിഞ്ഞ പ്രാവശ്യം ജോസ് വന്ന് നോക്കും, ജോസ് പറഞ്ഞു ഇത് വെളുത്തിരിക്കുകയല്ല ഉണങ്ങിയിരിക്കുന്നത്. ഞാൻ ഈ മരം കുഴിച്ചിട്ടുണ്ട് തോന്നുന്നു. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഇലയെല്ലാം നോക്കിയിട്ട് പറഞ്ഞു ഇതൊക്കെ പച്ചപ്പായ നമ്മുടെ പച്ചയായെന്ന് പറഞ്ഞു. നല്ല കളറായി, നല്ല ഇതായിട്ട്. ഇതിപ്പം എന്റെ താഴെ ഇരിക്കുന്ന കശുമാവെന്ന് പറഞ്ഞാൽ 2ാം കൊല്ലത്തെയാണ്. 2 കൊല്ലം കഴിഞ്ഞുള്ളൂ, 3 കൊല്ലം തികഞ്ഞിട്ടില്ല. ആ കശുമാവ് ഉണ്ടായിരുന്നോ? ആ കശുമാവ് നമുക്ക് ഇതിലൂടെ കാണിക്കാം. നമ്മൾ കണ്ടു നല്ല വളർച്ച. പഴയ കാലത്ത് ഞങ്ങൾ കുഴിച്ചിടുന്ന കശുവണ്ടി 5 കൊല്ലത്തെ 6 കൊല്ലത്തെ വളർച്ചയായി 2 കൊല്ലം കൊണ്ട്. അപ്പൊ അതൊക്കെ ഞങ്ങൾക്കൊരു സന്തോഷമായി. കാർഷിക വൃത്തിയെടുക്കുന്ന ഞങ്ങൾക്ക് ഒരു സന്തോഷമാണ്. കൂലി കുറയുന്നത്, മറ്റ് ചെലവുകള്, ആവശ്യമില്ലാത്ത വളങ്ങൾ കൊണ്ടിടല്, ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഞങ്ങൾക്ക് ആ ചെലവുകളെല്ലാം മാറി ഒരു ചെലവ്, ഒരു ചെറിയ ചെലവ്, അതോടുകൂടി എല്ലാം വൃത്തിയായി. ഇനി ഞങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ മഴ അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ ആരെയും 2 പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ട് ആ ഇതിന്റെ കിളിത്ത് വരുന്ന ആ കാടുണ്ടാവില്ല, ഒരു വള്ളി മാത്രമേ ഉണ്ടാവും, വേറെ ഒന്നും ഉണ്ടാവില്ല. ആ വള്ളി അങ്ങ് ചെത്തിക്കളഞ്ഞിട്ട് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കും. ഒരു പ്രാവശ്യം ഇതങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വേണേൽ ഇച്ചിരി മണ്ണിടാട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ കുറച്ചുകൂടെ നല്ലതാണ്. ആ പച്ചില ഇതിനകത്തുള്ള ഇതിലുള്ള പച്ചില എൻ്റെ ചോട്ട് എടുക്കണം. അപ്പം ഇത് മൊത്തത്തിൽ നോക്കുമ്പം ഒന്ന് കർഷകന് സന്തോഷം, 2 കൃഷി ലാഭകരം, അതാണ് ഇതിൻ്റെ അകത്ത് പ്രധാനം. കൃഷി ലാഭകരം. 3 പരിപാലനം കൃത്യസമയത്ത് അല്പം മതി. ഒരുപാട് പരിപാലനം ഇതെങ്കിലും ചോട്ടിക്കിടെ തന്നെയാണ്. പണ്ടൊക്കെ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ അപ്പനെ മരിച്ചു ഉള്ളി കഴിച്ചിരിക്കുമ്പോൾ രാവിലെ 5 മണിക്ക് എഴുന്നേക്ക് വരും. പുള്ളി 5:30 ആകുമ്പോൾ പറമ്പിലിറങ്ങും, വെട്ടം വീണ്ടുണ്ടാവില്ല. 8 മണിയാകുമ്പോഴത്തേനും 2 തെങ്ങിന് തുറന്നിട്ട് പുള്ളി കയറി വരും. അന്നത്തെ നല്ലൊരു പണിക്കാരൻ തിറങ്ങുന്നത് 4 തെങ്ങ. അപ്പം 8 മണിക്ക് 2 തെങ്ങിന് തുറന്നിട്ട് വന്നാൽ പിന്നെ പുള്ളി ഇറങ്ങുന്ന വെച്ചാൽ മറ്റു കൃഷിക്ക് വേണ്ടിയിട്ട് ഇറങ്ങി ഒരു 9 ആകും. പിന്നെ വൈകുന്നേരം ഒരു 3 മണിയായി ഇറങ്ങിയാൽ 2 എണ്ണം തുറക്കിട്ട് രാത്രിയിലാണ് കയറി വരിക. അപ്പം ഒന്നിനും ഒരു അവസരമില്ല. അപ്പൊ തെങ്ങ് വൃത്തിയായിട്ട് വന്നാൽ ചെയ്യും. പക്ഷെ അങ്ങനെ വന്നിട്ട് തെങ്ങുകൾ നശിച്ചു പോയി. ഈ രാസവളം മറ്റും ഇട്ടിട്ട് എൻ്റെ ഈ താഴെ പറമ്പിലെല്ലാം തെങ്ങായിരുന്നു. ഇവിടെ കമ്പഴിച്ച് തെങ്ങ് വെച്ചാ ഈ തെങ്ങൊക്കെ വെച്ചാൽ കഷ്ടപ്പാടിയാവോ. ഇവിടുന്ന് 2 കിലോമീറ്റർ മുകളിൽ മലയ്ക്കൊരിടത്ത് ഒരു വെള്ളം ഉണ്ടായിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ട്യൂബ് ഇട്ട് വെള്ളം കൊണ്ടുവന്നിട്ട് വളർത്തിയാ ഞാൻ. 2 കാലഘട്ടത്തിൽ കൃഷിയെ സ്നേഹിക്കാതെ അങ്ങനെ. അപ്പൊ വന്നു കഴിഞ്ഞപ്പോ ഇപ്പം ഇതിന് വെള്ളം മണ്ണിന് എനിക്ക് തോന്നുന്നു നല്ല ഫലഭൂഷ്ഠതയുണ്ട്. അതങ്ങ് കുറഞ്ഞു. മണ്ണിന് ഫലഭൂഷ്ഠത കുറയുകയും ഈ രാസവളം മറ്റു വളങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ തെങ്ങിന് കേട് സംഭവിക്കാതെ തുടങ്ങി. ഈ മഞ്ഞപ്പും കൂടാതെ ഇതിന് മുകളിൽ പഴുത്തു പോകുന്നവരും ഈ 2 രോഗം ഇങ്ങോട്ട് വന്നതോടുകൂടി എൻ്റെ ഈ നാട്ടിലെ സ്ഥിതി പറയാം, 10% പോലും ഇന്നില്ല. അന്നുണ്ടായിരുന്നതിന്റെ 10% വൃക്ഷങ്ങളുടെ തെങ്ങില്ല. പിന്നെ കശുമാവ് പണ്ട് കാലത്ത് കൊണ്ടുവച്ചില്ല, വളർന്ന ആകാശം വിട്ട് വെട്ടി ഞങ്ങൾ ദൂരെ കളഞ്ഞു. കശുവണ്ടി ഇത്രയേ ഉള്ളൂ കശുവണ്ടി. അത് വെട്ടി ഞങ്ങൾ ദൂരെ കഴിഞ്ഞ് പുതിയ കശുമാവ് വെച്ചു. പഴയതുപോലെ പുതിയ കശുമാവ് വളരുന്നില്ല. അപ്പം ഇതിപ്പോ നമ്മൾ ഒഴിച്ചു നോക്കുന്നത് 2ാം കൊല്ലം തൈ കുറച്ച് വളരുന്നുണ്ട്. കുറച്ച് തൈക്കൊരു കരുത്ത്.
നല്ല ഇരുട്ട് നിറന്ന് അപ്പൊ നമുക്കത് ഇഷ്ടമാണ്. കാരണം നമ്മൾ ചെയ്യുന്ന ആ പ്രവർത്തിക്കൊരു ഗുണമുണ്ടല്ലോ. ഇങ്ങനെ മുന്നോട്ട് ഇനി ഇതിന്റെ ക്വാളിറ്റി കുറയാതെ നമുക്ക് കിട്ടുകയാണെന്നതിൽ ഇത് നല്ലതാണെന്നുള്ള ഒരു അഭിപ്രായം പൊതുവെ എനിക്കുള്ളത്. തീർച്ചയായിട്ടും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് കമ്പനി ചെയ്യാറില്ല. ക്വാളിറ്റിയിലുള്ള അസംസ്കൃത വസ്തുക്കൾ ഇല്ലെങ്കിൽ കമ്പനി ഒരു കാരണവശാലും അത് പ്രൊഡ്യൂസ് പോലും ചെയ്യില്ല. അതുകൊണ്ട് ചിലപ്പോ ചില സമയങ്ങളിൽ നമുക്ക് സ്റ്റോക്ക് ലഭിക്കാതിരിക്കാറുണ്ട്, കാരണം പ്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ എക്കോസെർട്ടിന്റെ ഒക്കെ അനുമതിയോട് കൂടിയ പ്രൊഡക്റ്റ് ആണ്. US ഗ്രേഡ് 1 ആയിട്ട് അംഗീകരിച്ച ഉൽപ്പന്നങ്ങളാണ്. അപ്പൊ നമ്മളിതൊക്കെ ഇപ്പൊ ഇന്ന് കർഷകർ ജോയ് സാറിന്റെ ഒക്കെ ഹൃദയത്തിൽ നിന്ന വാക്കുകളാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അല്ലേ സർ? ഒരു കർഷകന്റെ ഹൃദയത്തിൽ നിന്ന് വന്ന സന്തോഷാശ്രുക്കളാണ് നമ്മൾ ഇപ്പോ ഇവിടെ കേട്ടത്. കാരണം ഇന്ന് കർഷകർക്ക് അത്തരത്തിലുള്ള റിസൾട്ടുമായി നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ കാർഷിക മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പൊ ആദ്യം സൂചിപ്പിച്ചു 5% പോലുള്ള ആൾക്കാരിലേക്ക് ഇത് എത്തിയിട്ടില്ല. തീർച്ചയായിട്ടും എന്നെ പോലുള്ള വ്യക്തികൾ, ജോസാറിനെ പോലുള്ള വ്യക്തികൾ ഉണ്ടായത് കൊണ്ട് കുറച്ചെങ്കിലും ആൾക്കാരിലേക്ക് ഇത് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കുന്നു. കാരണം ഞാൻ ഇപ്പൊ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലേക്ക് ഇത് ആഡ് ചെയ്യുന്നു. എനിക്ക് ഒരു ദിവസം ഒരു 50 കോളിലധികം വരാറുണ്ട്. ഈ 50 കോളിലധികം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇത് ചോദിക്കും, പക്ഷെ പ്രൊഡക്റ്റ് എടുക്കില്ല. നമ്മളിപ്പോഴും പറഞ്ഞു, ഇപ്പൊ ജോസാർ 15 ഏക്കറിലധികം വരെ തോട്ടത്തിലേക്ക് ഉപയോഗിക്കുകയാണ്. കഴിഞ്ഞ ഒരു 2.5 വർഷമായിട്ട് 50 ക്രോപ്പുകളിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പോഴും പറയുന്നത് നിങ്ങളുടെ ഏത് തോട്ടത്തിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ചുള്ളൂ, അതിന്റെ ഗുണങ്ങൾ കിട്ടുന്നതാണ്. അപ്പോൾ അതേപോലെ ജോയ് സാർ ഇപ്പൊ ഇതേപോലെ പറഞ്ഞു, കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ചുള്ളൂ, ഏത് വിളകൾക്കും നല്ല റിസൾട്ട് ഉണ്ടാവും. കാരണം ഇനി ടെക്നോളജിക്കൽ യുഗമാണ്. നമ്മളെല്ലാവരും ലോകത്ത് എവിടെ ഇരുന്നിട്ട് ഇന്ന് കണ്ടുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്ക് ഒരുപക്ഷെ അത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിൽ AI യുഗത്തിൽ ജീവിക്കുന്ന നമുക്ക് കാർഷിക മേഖലയിലേക്കും ഇത്തരത്തിലുള്ള നൂതന ആശയങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ 100% റിസൾട്ട് അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ഇതിലുള്ള ജോയ് സാറിനെ പോലുള്ള കർഷകർ ഇതിന്റെ അനുഭവങ്ങൾ മനസ്സ് തുറന്ന് നിങ്ങളിലേക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ഇത് ബിസിനസ്സിന് വേണ്ടിയിട്ടോ അല്ലെ മറ്റൊന്നും വേണ്ടിയിട്ടല്ല. തീർച്ചയായിട്ടും ഇതിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്കുള്ള ഗുണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എത്ര തോട്ടം ഉണ്ടെങ്കിലും ഞാൻ ഇതിന്റെ പ്രൊമോട്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ഇത്രേ പറയുള്ളൂ, നിങ്ങൾക്ക് ഒരു ഭാഗത്തെങ്കിലും അതിന്റെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. മറ്റു വളങ്ങൾ ഏത് ഭാഗത്തേക്ക് നിങ്ങൾ ഉപയോഗിച്ചോളൂ, രണ്ടിൽ നിന്നുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ജോയ് സാറും പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ 100% നിങ്ങൾ തോട്ടത്തിലേക്ക് ഉപയോഗിച്ചാണ്. കർഷകരായിട്ടുള്ള നിരവധിയായിട്ട് വർഷങ്ങൾ, എനിക്ക് തോന്നുന്നു 50 വർഷത്തിലധികം കാർഷിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ട വ്യക്തികളുടെ ഒരു അഭിപ്രായം അങ്ങനെയാണ്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, നമ്മൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഇത്തരത്തിലുള്ള അനുഭവ സാക്ഷ്യപ്പെടുത്തലുകൾ നിങ്ങളത് അംഗീകരിച്ചുകൊണ്ട് നിങ്ങളുടെ തോട്ടങ്ങളിലേക്ക് ഇത് ഉപയോഗിക്കുക. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും തോട്ടങ്ങൾ കാണിച്ചു തരാൻ നമ്മൾ ഏത് സമയത്തും ബാധ്യസ്ഥരാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കർഷകരുടെ നമ്പർ നമ്മൾ തരും, വിളിച്ചു ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നത് മാത്രമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. പ്രിയപ്പെട്ട ജോസാറാണ് നമ്മുടെ ജോയ് സാറിനെ പരിചയപ്പെടുത്തിയത്. തീർച്ചയായും ജോയ് സാറിന് ഒരു വാക്ക് സംസാരിക്കാൻ എന്തായാലും ഉണ്ടാവും. ജോയ് സാർ നമസ്കാരം. നമസ്കാരം. ജോയ് സാറുമായിട്ട് വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. അപ്പൊ പരിചയത്തിന്റെ ഭാഗമായിട്ട് ഞാനും ജോസാറും വന്നിട്ടാണ് ഒരു ദിവസം ആ ഒരു പ്രൊഡക്റ്റ് മറ്റൊരു വിഷയം കൂടെ പറയട്ടെ, പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു വിഷയം കൂടെ പറയാം. ഒരു കാലത്ത് ഇവിടെ കുരുമുളക് ഭയങ്കരമായിട്ടുണ്ടാകുമായിരുന്നു. എൻ്റെ അപ്പുറത്തൊരു 3 ഏക്കർ ഒരു സ്ഥലമുണ്ട്, 3 ഏക്കറിന്റെ ഒരു തോട്ടം. അപ്പൊ അവിടെ ഞാൻ അവിടുന്ന് 4 കിൻഡല് 3 കിൻഡലൊക്കെ ഉണങ്ങിയ മുളക് പറിച്ചിട്ടുണ്ട്. അത് പിന്നെ സാവധാനം ഉണങ്ങി ഇപ്പൊ ഒരു 2 കിലോ മുളക് പോലും കിട്ടുകയില്ല, പറിക്കാൻ പോകത്തില്ല. എന്നാൽ ഈ കഴിഞ്ഞ കൊല്ലം ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞ് ഇത് പ്രധാനപ്പെട്ട ഇതിന്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ മുളക് ഇങ്ങോട്ട് തിരിയിട്ട് ഒരു 2 മാസം കഴിയുമ്പോൾ അങ്ങ് ഉണങ്ങാൻ തുടങ്ങും, പൊള്ളായി പോകും. അപ്പോ കഴിഞ്ഞ കൊല്ലം ഞാൻ നോക്കുന്നത് അങ്ങനെ പൊള്ളായി പോകൽ കുറഞ്ഞു, ഇതൊഴിച്ച് അത് കഴിഞ്ഞ് ഈ കൊല്ലം എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞില്ലേ, ഈ കൊല്ലം ഒരു 10% കൂടുതലൊന്നും പൊള്ളിയിട്ടില്ല, പൊള്ളായി പോയിട്ടില്ല. അതും ഒരു ഗുണം തന്നെ. കർഷകൻ അറിയേണ്ട കാര്യം, കർഷകന് മനം മടുത്തിട്ട് ഇരിക്കുന്ന കർഷകർ ഒരുപാട് പേരുണ്ട്. മുളക് വെച്ച് ഞാൻ പറയാം, 3-3.5 കിലോക്കെ മുളക് പറിച്ച് ഞങ്ങൾക്ക് 3 കിലോ മുളക് കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ അത് നശിച്ചു. ആ ഒരു കർഷകന്റെ ആ ഒരു ആഗ്രഹമെല്ലാം പോയി, ഇനി മുളക് കിട്ടുകയില്ല. അപ്പം മുളകിന്റെ ഏറ്റവും വലിയ സ്ഥലം കേരളത്തിൽ മുളക് എന്ന് പറഞ്ഞാൽ ചാക്കണക്കിന് ലോറിക്ക് പറിച്ചുകൊണ്ട് വന്ന കുടുംബങ്ങളുണ്ടായിരുന്നത് വയനാട്ടിലും കട്ടപ്പനയും ഹൈറേഞ്ചിലും വനമാട്ടിലും. ഈ ഹൈറേഞ്ചിൽ ഈ പ്രാവശ്യം എന്റെ ബന്ധുക്കൾ ഇവിടെ വന്നപ്പോൾ ഇവിടുന്ന് കൊടുത്തല എടുത്തിട്ട് പോയി. കാലത്തിന്റെ മാറ്റം. അപ്പം ഇത് ജോസൊക്കെ ഇത് ഉൾക്കൊണ്ടാണ്. ജോസ് ഉൾക്കൊണ്ടുകൊണ്ട് എന്നോട് എന്ന് പറയുമ്പോൾ ഇവര് 2-3 കൊല്ലമായത് ഉപയോഗിക്കുന്നത്, ഒന്ന് ഉപയോഗിച്ച് നോക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ വേറൊരു സ്നേഹമാണ് കാലാകാലമായിട്ട്. അപ്പൊ അതിലൊരു ഗുണം കിട്ടിയെന്ന് തോന്നുമ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ അല്ലെ പിന്നെ പറയുക ഗുണം കിട്ടിയത് ഇല്ലെന്ന് ഞാൻ ചോദിച്ചിട്ട് വിളിച്ചത് ഏതായാലും ഇത് കുറച്ചുകൂടെ കൊണ്ടുപിടിക്കാൻ പറഞ്ഞു.
ഞാൻ ബിസിനസ്സുകാരൻ നല്ലതാണ്. ജോസാറിനെ സംബന്ധിച്ച് ബിസിനസ്സുകാരനായിട്ടല്ല ഇതിൽ നിൽക്കുന്നത്. അദ്ദേഹത്തെ കാണുമ്പോ ചെറുപ്പമാണ്, വളരെയധികം മനസ്സും ശരീരവും ചെറുപ്പമുള്ള നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ കൂടിയാണ് ജോസാർ. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ സാറ് പറഞ്ഞതുപോലെ കുരുമുളകിനൊക്കെ വളരെ എഫക്റ്റീവ് ആണ്. കുരുമുളകിന് നമ്മുടെ അരവഞ്ചാൽ എന്ന് പറയുന്ന ഒരു തോട്ടത്തില് 1 കിൻഡൽ പോലും കിട്ടാതിരുന്ന 700 കാലിൽ നിന്ന് 7 കിൻഡൽ മുളക് നമ്മുടെ കിട്ടിയിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ രീതിയിൽ പൊള്ളായി പോകുന്നില്ല, നല്ല വലിപ്പുള്ള ചരട് കിട്ടി, മണി കൂടുതൽ കിട്ടി, മണി വലിപ്പം ഇതില്ലേ ഈ കറുത്ത ഒരു പോലത്തെ അതില്ല. അതുപോലെ മണി വലിപ്പം കൂടുതൽ കിട്ടും. അപ്പൊ അത്തരത്തിലാണ്. തേങ്ങയ്ക്കാണെങ്കിൽ ഇപ്പൊ ജോസാറിനൊക്കെ ഉപയോഗിച്ച് മണ്ടരി, കഴിഞ്ഞ തേങ്ങ ഇടലിൽ മണ്ടരി ഇല്ല അല്ലെ? മണ്ടരി പോയി. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തേങ്ങയുടെ ഉൾക്കാമ്പ് വർദ്ധിച്ചു, വെയിറ്റ് വർദ്ധിച്ചു. അപ്പൊ അത്തരത്തിലൊക്കെ വരുന്ന രീതിയിലുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടാണ് ഇന്ന് കർഷകർ ഇത് ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുന്നത്. തീർച്ചയായിട്ടും ജോസാറാണ് നമ്മളെ ജോസാറിനെ പരിചയപ്പെടുത്തിയതും ജോസാർ അത് ഉപയോഗിക്കാനുള്ള കാരണവും എല്ലാം ഈ ഒരു മേഖലയിൽ ഇരിട്ടി, ഉളിക്കല്, അങ്ങാടിക്കടവ്, കരിക്കോട്ടക്കരി, അതുപോലെ തന്നെ കൊട്ടിയൂര്, അങ്ങനെ വിവിധങ്ങളായ മേഖലകളിൽ വളരെയധികം സോഷ്യലായിട്ട് ഇടപെടുന്ന കാർഷിക മേഖലയില് കർഷകോത്തമ അടക്കം കഴിഞ്ഞ 3 വർഷക്കാലമായി കണ്ണൂർ ജില്ലയിലെ സമ്മിശ്ര കർഷകനുള്ള അവാർഡ് നേടിയ, അതോടൊപ്പം നിരവധി സംഘടനകളിൽ നിന്നും 19ലധികം അവാർഡ് നേടിയ പ്രിയപ്പെട്ട ജോസാറാണ് നമ്മൾ ജോസാറെ പരിചയപ്പെടുത്തിയതും. അതോടൊപ്പം ഈ മേഖലകളിലേക്ക് നെറ്റ്സർഫിന്റെ വളപ്രയോഗം വളരെ പെട്ടെന്ന് തന്നെ വ്യാപിപ്പിക്കുന്നതിന് ഒരു കാരണമായിട്ട് മാറിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു കൃഷിയെ സ്നേഹിക്കുന്ന ഇത്തരത്തിലുള്ള വ്യക്തികളാണ് ഇത് മറ്റ് കർഷകരിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും ജോസാറിന് 2 വാക്ക് സംസാരിക്കാൻ ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ഇവർ പ്രത്യേകിച്ച് വളരെ കാലത്തെ അടുപ്പവും പരിചയവും ഒക്കെയുള്ള ഒരു കർഷകരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എന്തായാലും 2 വാക്ക് ജോസാർ ഇവിടെ സംസാരിക്കുന്നതാണ്. ജോസാറിന് നമസ്കാരം സാർ. നമസ്കാരം. നിതീഷ് സാറിൽ എന്നെ പറ്റി പറഞ്ഞു, അവാർഡ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിട്ടാണ് ഞാൻ കാണുന്നത്. അനുവദിക്കുന്ന ഒരു എക്സ്പേർട്ടായിട്ട് ഞാൻ കാണുന്നില്ല. എങ്കിലും എൻ്റെ ഈ 40-50 വർഷത്തെ കൃഷി ജീവിതത്തിന് ഞാൻ ഈ വളം ഉപയോഗിച്ചതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളായിരിക്കുന്നത്. കാരണം 48 കൊല്ലത്തോളം ഞാൻ 40 കൊല്ലം കൃഷി ചെയ്തുമ്പോൾ രാസവളം, കീടനാശിനികളും ഒക്കെ കമ്പനി പറയുന്ന വീട്ട് വാരി കോരി ഇട്ടിട്ട് മണ്ണിലെ വളമെല്ലാം പോയി, പിന്നെ വളം ഇട്ടാൽ പിടിക്കാത്തൊരവസ്ഥ. അങ്ങനെ ഈ പ്രത്യേകിച്ച് 2-3 വർഷമായിട്ട് കർഷകരാകപ്പാടെ നിരാശയില്ല. ഒന്നാമത് കാരണം കാലാവസ്ഥ വ്യതിയാനം, അത് വേണ്ട രീതിയിൽ ഒന്നും പിന്നെ വളരുന്നില്ല, കായ്കനികൾ ശരിക്കും കിട്ടുന്നില്ല, നല്ല വളമില്ല. അങ്ങനെ ഈ മടുത്ത് നിൽക്കുന്ന ഒരു അവസരമാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ 2.5 വർഷം മുമ്പ് നിതീഷ് സാറും പൊടിയത്ത് ജോസ് സാറും അതുപോലെ തന്നെ റിട്ടയർ ബാങ്ക് മാനേജർ ബാബു സാർ അടക്കമുള്ള ടീം എൻ്റെ അടുത്ത് നിങ്ങൾ വരികയും, അപ്പൊ ആദ്യം അതുകൊണ്ട് നിങ്ങൾ വന്നപ്പോൾ ഞാൻ അത് ചെയ്തില്ല. വീണ്ടും എല്ലാവരെയും കൂടെ ചോദിച്ച് ഫോൺ നമ്പർ മേടിച്ച് ശരിക്കും പഠിച്ച് കാഞ്ഞങ്ങാട് പോലും കൊടുത്ത ആൾക്കാരെ വിളിച്ച് ചോദിച്ച് അവരുടെ എല്ലാ അനുഭവം കിട്ടിയതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഇറങ്ങാൻ എന്ത് പറഞ്ഞാലും ഈ 2.5 കൊല്ലം എനിക്ക് വളരെ നല്ല അനുഭവങ്ങളാണ്. 100% നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കാണുന്നത്. ഏത് കൃഷിക്ക് വെച്ചാലും കപ്പയ്ക്കായാലും ഒക്കെ ഇരിക്കണം. ഞാൻ കപ്പയ്ക്ക് പ്ലാസ്റ്റിക് വരെ ഇട്ടിട്ട് സ്പ്രേ അടിച്ചു നോക്കി, അടി ഒഴിച്ചു, സ്പ്രേ ഇട്ട മുകളിലേക്ക് സ്റ്റിംറിച്ച് എന്ന് പറഞ്ഞ സാധനം സ്പ്രേ അടിക്കുക. അതിന് മുകളിൽ സ്പ്രേ അടിച്ച് കഴിയുമ്പം പിന്നെ സ്പ്രേ അടിച്ചാൽ നന്നൂടെ പിന്നെ ഫോട്ടോസിൽ നടക്കുന്ന നല്ല പച്ചപ്പാണ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ഘട്ടത്തിൽ അടിയിൽ ഒഴിക്കുകയും സ്റ്റിംറിച്ചും 15 ദിവസം ഒന്ന് അടിക്കുകയും കൂടെ ചെയ്യുമ്പോൾ നല്ല പച്ച നിറക്കിയിട്ടായിരിക്കും. അപ്പൊ അങ്ങനെ പോലും ഞാൻ പരീക്ഷിച്ച് നോക്കിയപ്പോൾ നല്ല. പിന്നെ പച്ചക്കറി മുളകിനൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ മുളക് കൃഷിയൊക്കെ ചെയ്യെങ്കിലും നല്ല നീള പച്ചമുളകിനും പച്ചമുളകിനൊക്കെ നല്ല നീളം, എല്ലാത്തിനും നല്ലോണം നിറച്ച് കായ്ക്കുന്നുണ്ട്. അപ്പൊ കുരുമുളകിനാണ് നേരത്തെ പറഞ്ഞത്. ഞാനിപ്പോ നിങ്ങൾ പറഞ്ഞ 15 ഏക്കർ നിറച്ച് കൃഷി സിഞ്ച് പോലും സ്ഥലം കാര്യമില്ല. അപ്പൊ അങ്ങനെ ചെയ്യുന്ന എല്ലാത്തിനും തന്നെ കുരുമുളകിനാണ് തന്നെ ഇപ്രാവശ്യം തന്നെ പലർക്കും കുറവാണെന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം എനിക്ക് തന്നെ ഞാനിപ്പോൾ പല പ്രാവശ്യമായിട്ട് ഒഴിച്ച് കൂടി ഓരോ പ്രാവശ്യം വരുന്നതിൽ കുറച്ചുകൂടെ നന്നായിട്ട് വരും. പറമ്പ് നല്ലൊരു pH ഒക്കെ കണ്ടീഷനായി വരികയും നല്ല ഒരു വളക്കൂറ് കിട്ടുകയും ചെയ്യും. അപ്പൊ കുരുമുളകൊക്കെ ആണെങ്കിൽ നല്ലതാണ്. തിരി നല്ല നീളം കിട്ടും, നല്ല വെയിറ്റ്, വണ്ണം കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഏകദേശം തേങ്ങ പൊതിക്കാൻ വന്ന പൊതിയാരം പറയും ഇതെന്താ നിങ്ങളുടെ തേങ്ങയ്ക്ക് മാത്രം ഇതില്ല മണ്ടരി. അതുപോലെ തന്നെ ജോർജ് സാറിന്റെ വീട്ടിലവിടെ പൊതിക്കാൻ, അപ്പൊ അവരെല്ലാം പൊതിക്കാൻ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഇത് ഒഴിച്ചിട്ടാകാനാണ് സാധ്യതകൾ ഇരിക്കുന്നത്. എല്ലാം 100% നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഞങ്ങളൊക്കെ ഇത് ഒഴിച്ചതാണ്. വേറെ ഞങ്ങൾ ഒഴിക്കാത്ത പല ഇരിക്കുന്നത് ആയില്ല എന്ന് തേങ്ങ പൊതിക്കുന്നതാണ് വരെ പറഞ്ഞു. അപ്പൊ അങ്ങനെ മണ്ടരി പിന്നെ ഇത്തോടെ തേങ്ങയ്ക്ക് വെയിറ്റ് കാരണം ഒരു 40-42 കിലോയ്ക്ക് 40-42ഒക്കെയാണ് ഒരു ആവറേജ് തേങ്ങ. പക്ഷേ എനിക്ക് 46 കിലോയുടെ മുകളിൽ തന്നെ തൂക്കം കിട്ടും. ഞാൻ വിചാരിച്ച എന്താ ഇത്രയും തൂക്കം കിട്ടുന്നത്. അതുപോലെ അടയ്ക്കുക സർവ്വ സാധനത്തിനും വെയിറ്റ് കൊണ്ടുപോകാൻ കാമ്പ് നല്ലോണം വർത്തിക്കുകയാണ് ഈ വളം ഇട്ടത്. പിന്നെ രക്ഷോണ്ടി ആയാലും എല്ലാത്തിനും. അപ്പൊ എന്തായാലും ഞാൻ ഈ സർവ്വ കൃഷികൾക്ക് ഉപയോഗിച്ചു. അപ്പൊ ഇപ്പൊ ഞാൻ ഇവിടെ വരാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാളുകളായിട്ടുള്ള ബന്ധമാണ്. ജോയിക്കുട്ടിയദേവും ഞാനും ഒക്കെ.
അപ്പൊ അങ്ങനെ വെളിച്ചത്തിൽ അപ്പൊ ഞാൻ ഈ ഇത്രയും ഉപയോഗിച്ചു, എനിക്ക് നല്ല നന്മ കിട്ടിയതിന്റെ വെളിച്ചത്തിൽ ഞാൻ ഒരുപാട് കർഷകർ, താല്പര്യമുള്ള കർഷകരുടെ അടുത്ത് പലതും അങ്ങനെ ഒരു 200 250 പേരുടെ അടുത്ത് ഞാനിപ്പം ഇരിട്ടി കൊട്ടിയൂർ മേഖലകളിലെ ഞാൻ ബിസിനസ്സുകാരനെ അല്ല ചെറുതായിട്ടും അല്ല, ഒരു സർവീസ് പോലെ ഒരു പരിധി വരെ പറഞ്ഞാൽ പറ്റും. ഞാൻ നേരത്തെ ചെയ്യാത്തതുകൊണ്ട് അന്നൊരു മടി പോലെ എനിക്ക് ഉണ്ടായിരുന്നു, ഇതുകൊണ്ട് വേണമെന്നൊക്കെ ചോദിക്കാം. എന്തായാലും ഇപ്പൊ 200 250 പേരുടെ അടുത്ത് കൊടുത്തു. അങ്ങനെ ആ കൊടുത്ത കൂട്ടത്തിലാണ് നമ്മളിവിടെ ഞാനിപ്പോ ഇദ്ദേഹം ഒരു ചാനലിന്റെ ഓണറും കൂടിയാണ് ഏജന്റിന്റെ. അങ്ങനെ വന്ന അദ്ദേഹം ഒരു കൊല്ലമായി ഇത് ഉപയോഗിച്ചു. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ഇവിടെ പറഞ്ഞു. നല്ല അനുഭവം. ഇപ്പൊ കശുമാവ് പോലും വന്നു കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ പല ദിക്കിലും നോക്കുമ്പോൾ മണ്ണിട്ടില്ല. ഇതൊക്കെ നല്ല കറപ്പ കശുമാവിന്. അപ്പൊ അത് കഴിഞ്ഞാൽ എല്ലാ കൃഷികൾക്കും തന്നെ ഞാൻ പറഞ്ഞില്ല, എല്ലാ കൃഷിക്കും നല്ലതാണ്. അപ്പം ആ ഒരർത്ഥത്തിൽ നമ്മളെല്ലാവരും ഈ വളം മുന്നോട്ട് ഉപയോഗിക്കുക. നമ്മുടെ കൂലിച്ചെലവുകൾ ഒരുപാട് കുറയ്ക്കുക, വിളവ് വർദ്ധിപ്പിക്കുക. റബ്ബറിനാണെങ്കിൽ 30-40% നമുക്ക് ഷീറ്റ് കൂടുതൽ കിട്ടുന്നു. റബ്ബറാണ് 2 ലിറ്റർ ഒഴിച്ചാൽ ഒരു പ്രാവശ്യം 2 ലിറ്റർ ഒഴിച്ചാൽ മതി. സ്റ്റെപ്പ് മാറ്റിയിട്ട് കൊല്ലത്തിൽ 2 പ്രാവശ്യം മതിയിരിക്കുന്നത്. അപ്പൊ അതിനാണ് തന്നെ നല്ല ചെമ്പിയിലൊക്കെ ഞങ്ങൾ ഒഴിച്ചിട്ട് ഭയങ്കര റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഞാൻ ഒഴിച്ചു. ഒരുപാട് ആൾക്കാർ ഇതിലൊന്നിന് കാലാവസ്ഥ കേട്ടിരിക്കുന്നവരൊന്നും ഓർക്കുന്നത് കണ്ടമാനം വെയിലുള്ളപ്പോഴല്ലാതെ മഴയില്ലാത്ത രീതിയിൽ ഒരു ഇടത്തരം മഴയൊക്കെ ഉള്ളപ്പോഴാണെങ്കിലാണ് നല്ലത്. വെയിലത്തോണ്ട് ഒഴിച്ച് കഴിഞ്ഞിട്ട് ചില മൂടാതെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചെറിയ ബാക്ടീരിയ ആകുമ്പോഴത്തേന് അങ്ങനെ ചൂടൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ക്ഷീണം വരും. അപ്പൊ കാലാവസ്ഥ നോക്കി ശരിക്കും ഒഴിച്ച് അത് നല്ലപോലെ കൊല്ലത്തിൽ 3 പ്രാവശ്യം. ഞാൻ ശരിക്ക് കമ്പനി പറഞ്ഞ പോലെ അതൊക്കെ നേരത്തെയാണ്. കമ്പനി 4 മാസം പറഞ്ഞാൽ 3 മാസം കഴിയുമ്പോൾ തന്നെ ഞാൻ എൻ്റെ എല്ലാം തന്നെ 4 മാസം ഒഴിക്കും. കാരണം വേനൽക്കാലത്ത് കുറച്ച് അത്രയും പറ്റുന്നില്ലാത്തതുകൊണ്ട് 4 മാസം കൃത്യം വരാത്തതുകൊണ്ടാണ്. അപ്പൊ കമ്പനി പറയുന്ന രീതിയിൽ തന്നെ ഇതുവരെ ശരിക്ക് അത് ഉപയോഗിച്ച് വന്ന ഒരാളാണ് ഞാനിത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും പറയുന്നത് നല്ലതാണ്. പരീക്ഷിക്കാൻ പോലും സമയം അത്ര കണക്ക് പോകും. പരീക്ഷിക്കാൻ നിൽക്കേണ്ട കാര്യത്തിൽ ഒഴിച്ചുകൂടെ. ഞങ്ങളിപ്പോൾ ഒരുപാട് ആൾ ഒഴിച്ചത് എന്റെ പോലും വീഡിയോ ഒരുപാട് ആളുടെ വീഡിയോ എന്റെ തന്നെയല്ല, ഇപ്പൊ കേരളം മുഴുവനുള്ള ഒരുപാട് ആൾക്കാരുടെ വീഡിയോ നമ്മുടെ രതീഷ് സാറ് നിങ്ങളെല്ലാം ഇതിനകത്ത് ഒരുപാട് ആൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രത്യേക കൂടുതലായിട്ട് ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല, എല്ലാവരും ഉപയോഗിക്കുക. തീർച്ചയായിട്ടും ജോസ് സാർ 15 ഏക്കറിലധികം തോട്ടത്തിലേക്ക് ഉപയോഗിക്കുന്ന ജോസ് സാറിന്റെ പറയുമ്പോൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുക, അത് കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. അത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ മണ്ണിരകളുടെ സാന്നിധ്യമായാലും സസ്യത്തിന്റെ ആരോഗ്യത്തിലായാലും എല്ലാത്തിലും നമുക്ക് മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോ നമുക്ക് ഇന്ന് ഭൂമിയിലുള്ള സർവ്വ വിളകൾക്ക് ഇത് ഉപയോഗിക്കാം. അതുപോലെ കുരുമുളക് ആയിക്കോട്ടെ, തെങ്ങായിക്കോട്ടെ, ജാതി ആയിക്കോട്ടെ, ഏലമായിക്കോട്ടെ, നമ്മുടെ റബ്ബർ ആയിക്കോട്ടെ, കശുമാവ് ആയിക്കോട്ടെ, നെൽകൃഷി ആയിക്കോട്ടെ, അതുപോലെ തന്നെ മറ്റ് വരുന്ന പച്ചക്കറികളായിക്കോട്ടെ, ചെടികളായിക്കോട്ടെ, എല്ലാ വിളകൾക്കും നമുക്കിത് ഉപയോഗിക്കാം. ഇന്റീരിയർ ആയിട്ട് പോലും നമുക്കിത് ഉപയോഗിക്കാം. മനുഷ്യനോ മണ്ണിനോ യാതൊരുവിധ പ്രോബ്ലംസും ഇല്ലാത്ത രീതിയിലുള്ള ഓർഗാനിക് ഉൽപ്പന്നങ്ങളാണ് ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 100% ഗ്യാരണ്ടിയിൽ ഇത് ഉപയോഗിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക. നമ്മുടെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ജോയ് സാറിനുള്ള നന്ദിയും കടപ്പാടും ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വളരെ ഹൃദയത്തിൽ തട്ടിയ വാക്കുകളാണ് നമ്മളോട് ഇന്ന് പങ്കുവച്ചിട്ടുള്ളത്. കാരണം നമുക്കറിയാം, ഒരു കർഷകൻ ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരമായിട്ടാണ് നെറ്റ്സർഫ് എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ആശങ്കകൾ ഉണ്ടെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയ ദിവസത്തിന് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ അതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഉൽപ്പന്നങ്ങൾ കാർഷിക മേഖലയിൽ വലിയ ഒരു മാറ്റത്തിലേക്കുള്ള വഴി തെളിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ജോസ് സാറിനും നന്ദിയുടെ കൂപ്പുകൈ നെറ്റ്സർഫ് കേരളയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി രണ്ടുപേർക്കുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് നെറ്റ്സർഫ്. താങ്ക് യു.